സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ മുഴുവനും നല്ല പണ്ഡിതന്മാരാണ്, ബോധമുള്ളവരാണ്. എന്നാൽ തന്നെയും ആ മഹല്ലത്തിലെ ജുമുഅ സഹീഹാവാൻ അവിടെ ഖുത്ബ ഓതണ്ടേ. രണ്ട് ഖുത്ബയോതാതെ ജുമുഅ നിസ്കരിച്ചാൽ ജുമുഅ സഹീഹാകുമോ? ഒരിക്കലും സഹീഹാവുകയില്ല. എങ്ങനെയെങ്കിലും ഓതിയാൽ മതിയാകുമോ? വളരെ നിബന്ധനയ്ക്ക് വിധേയമായി വളരെ കൃത്യമായി രണ്ട് ഖുത്ബയോദണം. ഓതുന്ന ഖത്തീബ് ശുദ്ധിയുള്ള ആളാവണം, ഔറത്ത് മറച്ചിരിക്കണം. രണ്ട് ഖുത്ബയാവണം, രണ്ട് ഖുത്ബന്റെ ഇടയിൽ ഇരിക്കണം. ഇരിക്കുമ്പോൾ കയ്യും കാലും അവയവങ്ങളൊക്കെ കൃത്യമായി നിസ്കാരത്തിൽ അടങ്ങി താമസിക്കും പോലെ അടങ്ങി താമസിക്കണം. ആ ഖുത്ബ കഴിഞ്ഞ് നിസ്കാരത്തിന്റെ ഇടയിൽ തീരെ ഗ്യാപ്പ് വന്നുകൂടാ. മാത്രമല്ല ആ മഹല്ലത്തിൽപ്പെട്ട 40 പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാർ കേൾക്കുന്ന വിധത്തിൽ ഓതണം. 40 ആളുകളും ശ്രദ്ധിച്ചിരിക്കണം. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റിയവരാവണം. ഈ 40 ആളുകളും കൃത്യമായി കേൾവിയുള്ളവരാവണം. 40 ആളുകളിൽ ഒരാൾക്കെങ്കിലും കേൾവി ശക്തിയില്ല, ആ നാട്ടിലെ ജുമുഅ സഹീഹല്ല. അവര് ളുഹർ നിസ്കരിക്കണം. ഈ 40 ആളുകള് നിസ്കാരവും ഖുത്ബയും അതിന്റെ ശർത്ത് ഫർളുകളൊക്കെ അറിയുന്നവരാവണം. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തിനാണ് ഈ ഖുത്ബ ഓതുന്നത്? എന്തിനാണ് ഈ ഖുത്ബ കേൾക്കുന്നത്? എന്തിനാണ് ഈ ഖുത്ബ കേൾക്കുന്ന വിധത്തിൽ ഓതണമെന്ന് പറയുന്നത്? അതേ, നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാകുന്ന ദിക്ർ കേൾക്കണം, ദിക്റിൽ പങ്കെടുക്കണം. ദിക്റുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ജുമുഅ നിസ്കാരത്തിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ പോകണേ. ദിക്റുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുത്ബയാ. ഖുർആനിൽ അതിന് പറഞ്ഞത് ദിക്റുല്ലാഹ്, ഹദീസിൽ അതിന് പറഞ്ഞത് ദിക്റുല്ലാഹ്. അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതാ, അല്ലാഹുവിനെ പറയുന്നതാ, മുത്തുനബിയെ പറയുന്നതാ, ആഖിറത്തെ ഓർമ്മിപ്പിക്കുന്നതാ, ദീനിനെ ഓർമ്മിപ്പിക്കുന്നതാ. അതേ, ഞങ്ങളൊക്കെ നല്ല വിവരമുള്ളവരാ. ഞങ്ങളോട് ഇനി പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ല, അല്ലാഹനെ പറ്റി പറഞ്ഞു തരേണ്ടതില്ല, മുത്തുനബിനെ പറ്റി പറഞ്ഞു തരേണ്ടതില്ല, തഖ്വ ഉപദേശിക്കേണ്ടതില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഖുത്ബ വേണ്ട. വെക്കാൻ പറ്റുമോ? ഇല്ല.
ഇതുകൊണ്ടാണ് സർവ മഹല്ലുകളിലും പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരുടെ ആത്മാവ് ജീവിക്കാൻ, ആത്മാവ് വളരാൻ, ആത്മാവ് പുഷ്ടിപ്പെടാൻ അല്ലാഹുവിന്റെ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കണേ. യാ അയ്യുഹല്ലദീന